സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് സംഭാവനകൾ ചെയ്ത ഒരാളോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ക്രൂരത എന്താണ് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അയാളെ നിഷ്കുരണം മറന്നു കളയുക. അതിനേക്കാൾ വലിയൊരു ക്രൂരത വേറെയില്ല. അങ്ങനെ നമ്മൾ ചരിത്രത്തിൽ മറന്നു കളഞ്ഞ ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഈ അടുത്ത സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് നടത്തിയ ഒരു പ്രസംഗത്തിൽ ഒരാളെക്കുറിച്ച് പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ പൊടിതട്ടി ഓർമ്മയൊക്കെ ഒന്ന് വിളക്കി നോക്കിയത്. എവിടെയാണ് നമ്മൾ ഈ സ്ത്രീയുടെ പേര് കേട്ടത്? അത് ദാക്ഷായണി വേലായുധനായിരുന്നു. കേരളത്തിൻ്റെയും അതുപോലെ രാജ്യത്തിൻ്റെയും നവോത്ഥാന ചരിത്രത്തിൽ നമ്മൾ മറന്നുവെച്ച ഒരു ദളിത് സ്ത്രീ ദാക്ഷായണി വേലായുധൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള ഏക സ്ത്രീ പ്രതിനിധിയായിരുന്നു അവർ. പിന്നാക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചായിരുന്നു അവർ ഭരണഘടനയുടെ കരട് ചർച്ചയിൽ ഏറ്റവും അധികം സംസാരിച്ചത്. നിങ്ങൾക്കറിയാം, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ ആയിരുന്നു. അദ്ദേഹത്തോടൊക്കെ സംസാരിച്ചത് ഈ പിന്നാക്ക സമുദായത്തിലുള്ള ആൾക്കാരുടെയൊക്കെ തന്നെ വിദ്യാഭ്യാസ പരിവർത്തനത്തെക്കുറിച്ചായിരുന്നു. എന്നാൽ നമ്മുടെ നവോത്ഥാന ചരിത്രത്തിൽ ഒരു സ്ഥലത്തും ദാക്ഷായണി വേലായുധനെ നമ്മൾ കണ്ടില്ല. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും, 23 എറണാകുളം ലാ കോളേജിലെ സെൻട്രൽ അസംബ്ലി ഹാളിൽ ദാക്ഷായണി വേലായുധന് ചിത്രം വെച്ച് വിവാദമായൊരു സംഭവം. കുട്ടികൾക്ക് കോളേജ് അധികൃതർ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തു. എന്തിനാണ് ഇങ്ങനൊരു ചിത്രം അവിടെ എത്തുക എന്ന് ചോദിച്ചുകൊണ്ട്. എന്നാൽ 2025 സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോടായി നടത്തിയ പ്രസംഗത്തിൽ ദാക്ഷായണി വേലായുധനെ ഓർമ്മിച്ചു. അദ്ദേഹം പരാമർശിച്ചതിന് ശേഷമാണ് ആരാണ് ഈ ദാക്ഷായണി വേലായുധൻ എന്ന ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങിയത്. ചരിത്രത്തിൽ നമ്മൾ മറന്നു കളഞ്ഞ ഒരു സ്ത്രീയെ പിന്നെയും മലയാളികൾ ചികഞ്ഞുപോയി. ദാക്ഷായണി വേലായുധൻ്റെ വിശദാംശങ്ങൾ നമ്മൾ അന്വേഷിച്ചു. ചിലരുടെ ചിത്രങ്ങൾ അങ്ങനെയാണ്, ഒരു ചുവരിലും നമുക്ക് അവരെ കാണാൻ സാധിക്കില്ല. അത് നമ്മൾ മനഃപൂർവ്വം ആലേഖനം ചെയ്ത് വെക്കേണ്ടി വരും. മനുഷ്യൻ അധികാരത്തോട് നടത്തുന്ന സമരം മറവിയോട് ഓർമ്മ നടത്തുന്ന സമരം പോലെ തന്നെയാണ്. വിഖ്യാത എഴുത്തുകാരൻ മിലൻ കുന്ദേരയാണ് ഈ കാര്യം പറഞ്ഞത്. മറന്നു കളയുന്നതിനേക്കാൾ വലിയ കുറ്റകൃത്യമോ ക്രൂരതയോ ഈ ലോകത്തില്ല. ഓർമ്മകൾ മാഞ്ഞു പോകാതിരിക്കട്ടെ, അർഹതപ്പെട്ടവരെ നമ്മൾ മറക്കാതിരിക്കട്ടെ. വിസ്മൃതിയിലേക്ക് നമ്മൾ തള്ളുമ്പോൾ നമ്മൾ ചരിത്രത്തോട് അനീതി കാണിക്കുന്നു എന്ന് മറക്കാതിരിക്കുക. ഈ ദാക്ഷായണി വേലായുധനെ പോലെ ചരിത്രത്തിന് മുന്നേ നടക്കാൻ ശ്രമിച്ചവരെ നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.